പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ലെന്ന് അച്ചു ഉമ്മൻ. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്താനാകില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പ്രതികരിച്ചുവെന്നാണ് റിപ്പോർട്ട്. വാർത്താ ഏജൻസിയായ IANSനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുമെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. കുടുംബ ബന്ധം വിലമതിക്കുന്നതാണെന്നാണ് അച്ചു ഉമ്മന്റെ നിലപാട്. എന്തായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചു ഉമ്മന്റെ വാക്കുകൾ BJP ചർച്ചയാക്കും. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ പരിഗണിക്കുന്ന ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMനായി മുൻമന്ത്രി തോമസ് ഐസക്കും കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളായിരുന്നു AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത്. കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി BJPയിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് പ്രചരണത്തിൽ സജീവമാണ്. ഇതിനിടയിലാണ് അച്ചു ഉമ്മൻ മനസ്സ് തുറന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സിറ്റിംഗ് MP ആന്റോ ആന്റണിയെയും മുതിർന്ന CPIM നേതാവും 2 തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക് എന്നിവരെയുമാണ് അനിൽ ആന്റണി നേരിടുന്നത്. മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ദുബായ് ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചു ഉമ്മന്റെ പേര് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും കരുതിയത് അച്ചു ഉമ്മനെയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി അച്ചു ഉമ്മൻ മാറി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് പറയുന്നതും. അതേസമയം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായി വീടുകൾ കയറിയുള്ള പ്രവർത്തനം ഊർജിതമാക്കാൻ തീരുമാനം. NDA പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. അനിൽ ആന്റണിയുടെ സാന്നിധ്യത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും വിലയിരുത്തി. BJP സംസ്ഥാന സെക്രട്ടറിയും ലോക്സഭാ ഇൻചാർജുമായ കരമന ജയൻ പങ്കെടുത്തു. കഴിഞ്ഞ രാത്രിയിൽ വടശ്ശേരിക്കര ബൗണ്ടറിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ചെമ്പരത്തിമൂട്ടിൽ മജീഷിനെ അനിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. പത്തനംതിട്ട നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും കുളനട, ഉള്ളന്നൂർ എന്നിവിടങ്ങളിലും വോട്ട് തേടിയിറങ്ങിയിരുന്നു. എന്തായാലും ശക്തമായ മത്സരം തന്നെയാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. ഇതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി അച്ചു ഉമ്മൻ രംഗത്ത് വന്നതും. എന്തായാലും താൻ പത്തനംതിട്ടയിൽ പ്രചരണത്തിനിറങ്ങില്ല എന്ന് തന്നെയാണ് അച്ചു ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നാണ് അച്ചു ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്.